ചേട്ടാ, കിഫ്ബിക്ക് കൊടുത്തിരുന്ന നോട്ടീസിൽ സ്റ്റേ വന്നിരിക്കുന്നു. അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു നടപടി ഉണ്ടായ സമയത്ത്, അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായ സമയത്ത്, അതായത് രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ അന്ന് മുതലേ ഒരു പറയുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇഡിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായപ്പോ, ഈ ഒരു സ്റ്റേ കൂടി വന്നപ്പോ ആ ആരോപണം ശരിക്കും അന്ന് സർക്കാർ പറഞ്ഞ കാര്യത്തിനെ കുറച്ചുകൂടെ ബലപ്പെടുത്തുകയല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഇഡി എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ചട്ടുകം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ഓരോ കാലഘട്ടം, ഇപ്പം നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി തന്നെ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട് കേസ് വന്നു. എന്തായി ആ കേസ്? എന്തായി? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇഡി അന്വേഷിച്ചാണ്. ഇഡി അന്വേഷിച്ചിട്ട് ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ വന്ന ഈ അന്വേഷണം തന്നെ എപ്പോഴാണ് ഉണ്ടായത്? നമ്മുടെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത്. തെരഞ്ഞെടുപ്പ് ഏത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നാലും ശരി, ആ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇനി അതല്ല അവിടെ നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് മുന്നോടിയായി അവരിങ്ങനെ ഒരു കളി കളിച്ചിരിക്കും. ഇങ്ങനെ ഒരു പറ്റം ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കും, ഒരു നോട്ടീസ് അയച്ചിരിക്കും. ഈ നോട്ടീസ് ഇതിന് മുൻപ് അയച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ആ കുടുംബത്തെ, മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയുടെ മകനെയും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇത്. എന്ന് വെച്ചാൽ ഇപ്പം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടത് ഭരണത്തിനകത്ത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇഡി നോട്ടീസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ? മുഖ്യമന്ത്രി കുറ്റക്കാരനാണ്, മുഖ്യമന്ത്രി തെറ്റുകാരനാണ്. അതുകൊണ്ടാണല്ലോ നിരന്തരം ഇഡി നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ധാരണ ഉണ്ടാകും. പക്ഷെ ഇത്തവണ അത് പൊളിഞ്ഞുപോയി. അതായത് ഇതിനകത്ത് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോമസ് ഐസക്കിനെതിരെ 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് തോമസ് ഐസക്കിനെതിരെ ഒരു ഇഡി നോട്ടീസ് അയച്ചു. തോമസ് ഐസക് എന്തോ മഹാപരാധം ചെയ്തു, മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അയച്ചത്. അപ്പോൾ ഫെമയുടെ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. അപ്പൊ തോമസ് ഐസക് എന്താ ചെയ്ത്? തോമസ് ഐസക് ചോദിച്ചു, എന്തിനാണ് എനിക്ക് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്? അത് ഇഡി വ്യക്തമാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് നേരെ തോമസ് ഐസക് ഹൈക്കോടതിയിലേക്ക് പോയി. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പലർക്കും അതിനെക്കുറിച്ച് അത്ര ഒരു ബോധ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരാള് ഒരു നോട്ടീസ് വന്നാൽ സ്വാഭാവികമായും അയാൾ തെറ്റുകാരനാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അയാൾ ഉടനെ ഓടി ചെല്ലുകയാണ് എന്താ സംഭവം അറിയാൻ വേണ്ടി. അതേസമയം തോമസ് ഐസക് എന്താ ചെയ്തത്? നേരെ ഇഡിക്കെതിരായി കേസ് കൊടുത്തു. ഇഡിക്കെതിരായി കേസ് കൊടുത്ത് എന്താ? എന്നെ എന്തിന് നിങ്ങൾ വിളിപ്പിച്ചു? എനിക്ക് കാരണം അറിയണം. അപ്പൊ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആ കാരണം അറിയുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്, അയാളുടെ അവകാശമാണ്. അപ്പൊ അത് പറയാൻ ഇഡിക്ക് വയ്യ. എപ്പോഴും തോമസ് ഐസക് ഇപ്പോഴും ചോദ്യം ഇതേ ഉള്ളൂ, എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് എന്നുള്ള, നോട്ടീസ് അയച്ചത് എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ കാരണം ബോധിപ്പിക്കാൻ ഇന്നേ വരെ വർഷം ഒന്നായിട്ട് പോലും ഇഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്നേ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയല്ലേ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ വന്നിരിക്കുന്നു ഇവിടെ മസാല ബോണ്ട് അഴിമതി കേസ്. അതിൽ റിയൽ എസ്റ്റേറ്റ് നടത്തി എന്നുള്ളതാണ് പ്രധാനമായ ആരോപണം. എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് നടത്തിയത്? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കിഫ്ബി എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് കൊള്ളയാണോ? അല്ല, വികസനമാണ്. ഒരു സംസ്ഥാനത്ത് വികസനം നടത്തിയതിന്റെ പേരിൽ ഇഡി നോട്ടീസ് അയക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സംസ്ഥാനം വികസനം നടത്തുന്നു, ഇവിടെ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, ആശുപത്രി കെട്ടിടങ്ങൾ ഉണ്ടാക്കി, റോഡുകൾ നിർമ്മിച്ചു. ഇതെല്ലാം നിർമ്മിക്കുന്ന സമയത്തും ഇതെല്ലാം ഇഡിയുടെ ഈ കിഫ്ബിയുടെ പണം ഉപയോഗിച്ചിട്ടാണ്. ആ കിഫ്ബി എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത് വെച്ചാൽ പുറത്തു നിന്നുള്ള മസാല ബോണ്ട് വഴി പണം സ്വീകരിക്കുന്നു. ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. ഇതെന്നാൽ ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന ഈ പറയുന്ന കിഫ്ബിയെ വീണ്ടും വികസനം നടത്തിയതിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആ സിസ്റ്റത്തിനെതിരെ നോട്ടീസ് വന്നിരിക്കുന്നു. അപ്പൊ വികസിപ്പിക്കാൻ പാടില്ലേ? ഇവിടെ വികസനം നടത്താൻ പാടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇത് ഏറ്റെടുത്തോണ്ട് നടക്കാൻ നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്ന കിഴങ്ങന്മാരും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഈ പറയുന്ന ഒരു കിഫ്ബി ഒരു നോട്ടീസ് അയച്ചു. നോട്ടീസ് അയക്കാന്ന് പറഞ്ഞാൽ നോട്ടീസ് വന്നു എന്ന് കേൾക്കുന്ന ഉടനെ തന്നെ പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അവര് കുറ്റക്കാരാണ്, അവര് കുറ്റം ചെയ്ത് കഴിഞ്ഞു, അവര് ശിക്ഷിക്കപ്പെടേണ്ടവരാണ്, അവര് കുറ്റം ചെയ്ത് കഴിഞ്ഞു. അല്ലെ എന്തിനാണ് ഈ നോട്ടീസ്? അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി മറുഭാഗം എന്താണ്, ഇപ്പുറഭാഗം, അതൊന്നും ചിന്തിക്കുന്നില്ല. ഈ ഇഡി എന്നുള്ള വാക്ക് എനിക്ക്
തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ടാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു പിന്നെ ആ സ്വർണ്ണക്കടത്ത് കേസ് വന്നില്ലേ, സ്വപ്ന സുരേഷ്, ആ സ്വർണ്ണക്കടത്ത് കേസിന് ശേഷമാണ് ഇഡി. അപ്പൊ ആദ്യമൊക്കെ ഇഡി കേൾക്കുമ്പോ എല്ലാവർക്കും എന്താണ് ഇഡി അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ എല്ലാം ഉള്ളിലോട്ട് ഇഡി ചെന്നതെന്ന് പറഞ്ഞാൽ ഇതെന്തോ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ടുള്ള എന്തോ സ്ഥിരമായിട്ട് ചെല്ലുന്ന എന്തോ ഒരു വിരുന്നുകാരനാണ് എന്നുള്ള ഒരു ധാരണ എത്തി. അപ്പൊ ഈ ഒരു നോട്ടീസ് വന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ നോട്ടീസ് വന്ന സമയത്തും ആ കുറ്റക്കാരായിട്ട് അങ്ങ് കണ്ടു. പിന്നെ അത് പൊക്കി പിടിച്ചിട്ട് ഈ പറയുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന മറുവിഭാഗം തുടങ്ങി പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് സർക്കാരിന്റെ ഭാഗത്ത് ഇന്ന അഴിമതിയുണ്ട്, അതുണ്ട്, പണം വെട്ടിച്ചു, അത് വെട്ടിച്ചു, ഇത് വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ സ്റ്റേ വന്നത്. ഹൈക്കോടതിയിലെ സ്റ്റേ അത് തന്നെയാണ്. കാര്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹൈക്കോടതിക്ക് മനസ്സിലായി ഇത് വെറും ഫ്ലൂക്കാണ്, ഇതിനകത്തൊരു കുന്തവും ഇല്ല എന്നുള്ള വിവരം മനസ്സിലായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ചില നിയമവശങ്ങളുണ്ട്. ഫെമ നിയമപ്രകാരം ഒക്കെയാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് നടത്താൻ പാടില്ല. ശരിയാണ്, റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ട്. അതായത് സ്ഥലം ഏറ്റെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. അതായത് അക്വിസിഷൻ ആണ്. അക്വിസിഷനും വേറെയാണ്, സ്ഥലം വാങ്ങുന്നതും വേറെയാണ്. അപ്പൊ ഈ വാങ്ങുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വില കൊടുത്ത് വാങ്ങുകയാണ്. ആ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ആ സ്ഥലം നാളെ മറ്റെന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. വേണമെങ്കിൽ ഒരു ഈ ഭൂമാഫിയ പോലെയുള്ള സംഘങ്ങൾക്ക് കൊടുത്തിട്ട് ഇത് വൻ തുകയ്ക്ക് മറിച്ച് വിൽക്കാം. ഇപ്പൊ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ എന്റെ ഒരു പ്രോപ്പർട്ടി അതിനോട് ചേർന്ന് കിടക്കുകയാണ്, സർക്കാരിനോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ അത് വില കൊടുത്ത് എനിക്കൊരു 10 ലക്ഷം രൂപ തന്നിട്ട് ആ അത്രയും പ്രോപ്പർട്ടി എൻ്റെ നിന്ന് വാങ്ങാം. വാങ്ങിയതിനു ശേഷം ഈ പറയുന്ന സർക്കാരിനോ സർക്കാരിതര സ്ഥാപനങ്ങൾക്കോ ഈ വാങ്ങിയ അല്ലെങ്കിൽ കിഫ്ബിക്ക് തന്നെ ഈ തുക അല്ലെങ്കിൽ ഈ വാങ്ങി 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ചതിനെ അതിന്റെ വില മൂല്യം അനുസരിച്ചിട്ട് 1 കോടിക്കോ 10 കോടിക്കോ മറിച്ചു വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റുകൾ ഇതിനകത്ത് നടന്നിട്ടില്ല എന്ന് കൃത്യമായി കോടതി നിരീക്ഷിച്ചു. അങ്ങനെ ഒരു കാര്യം സ്ഥാപിച്ചെടുക്കാൻ ഇഡിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് നടന്നു എന്ന് സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല. പകരം അവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്വയർ ചെയ്ത ഭൂമിയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. 2016 നിയമം വെച്ചിട്ട്. അതേസമയം നിയമം പരിഷ്കരിച്ചു വന്നു. 2019 നിയമം പരിഷ്കരിച്ചു. 2019 ശേഷമാണ് ഭൂമി അക്വയർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ഭൂമി അക്വയർ ചെയ്തപ്പോഴാണ്. അങ്ങനെ വന്ന സമയത്ത് എന്താണ് അക്വിസിഷൻ, എന്താണ് അക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റെടുപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്ഥലം ഏറ്റെടുക്കുന്നതിനെയാണ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത്. ആ സ്ഥലം മറ്റൊന്നിനും ചെയ്യാൻ പാടില്ല, മറ്റൊരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, മറിച്ചു വിൽക്കാൻ പാടില്ല. എന്തിനാണോ ഇപ്പൊ റോഡ് വികസനത്തിനാണ് ആ ഭൂമി ഏറ്റെടുത്തതെങ്കിൽ തീർച്ചയായും റോഡ് വികസനം മാത്രമേ അവിടെ നടത്താൻ പാടുള്ളൂ. അല്ലാതെ അവിടെ കൊണ്ടുവന്ന് സർക്കാരിന്റെ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ സംവിധാനമോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളോ ഒന്നും അവിടെ പണിയാൻ പറ്റില്ല. അത് റോഡ് വികസനത്തിന് വേണ്ടി മാത്രം. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ അല്ലെങ്കിൽ കിഫ്ബി വഴി ഏറ്റെടുത്തിട്ടുള്ള ഭൂമികളിൽ എല്ലാം റോഡ് വികസനത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയിൽ കൃത്യമായി കെട്ടിട നിർമ്മാണം നടന്നിട്ടുണ്ട്. ഇനി അതല്ല ഫ്ളാറ്റ് നിർമ്മാണം, ഈ പറയുന്ന പാവങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമി ഏറ്റെടുത്തുള്ളെങ്കിൽ അവിടെ ഫ്ളാറ്റ് നിർമ്മാണം നടന്നിട്ടുണ്ട്. അവിടെ ആൾക്കാർ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റോഡ് നിർമ്മാണത്തിനാണെങ്കിൽ റോഡുകൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി എങ്ങനെ അക്വയർ ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനകത്ത് ഇഡിക്ക് പറ്റിപ്പോയൊരു അബദ്ധതാണ്. ഇഡി പക്ഷെ ആ സമയത്ത് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു നോട്ടീസ് അയച്ചു. ഇപ്പൊ ഇഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോമഡിയായി മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആൾക്കാര് ഇഡി നോട്ടീസ് വന്നു, അപ്പം ഇഡിയുടെ നോട്ടീസ് വരുന്നതാണ് തെരഞ്ഞെടുപ്പ് അടുത്തു എന്നറിയാനുള്ള ഏക പോം വഴി. ഇപ്പൊ ഉടൻ തന്നെ അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രഖ്യാപിക്കുക നമുക്കറിയില്ല. അപ്പം ഇഡിയുടെ നോട്ടീസ് വരും. ഓക്കെ, മുഖ്യമന്ത്രിക്ക് ഇഡിയുടെ നോട്ടീസ് വന്നു. അപ്പൊ ഉടൻ തന്നെ ഒരാഴ്ചക്കകത്ത് പ്രഖ്യാപനം ഉണ്ടാവും, ഡിക്ലറേഷൻ ഉടനെ ഉണ്ടാവും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരും. അതാണ് ഇപ്പൊ ഇഡി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഒരാൾ വരുന്നതിന് മുമ്പ് അതിന്റെ ഒരു മെസ്സഞ്ചർ വരും നമ്മളെ കാണാനായിട്ട് എന്ന് പറയുന്ന പോലെയാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പായി ഇഡി വന്ന് എല്ലാവരെയും ഒന്ന് കാണും, നോട്ടീസ് അയക്കുന്നു. അപ്പൊ അതോടുകൂടി നമുക്ക് മനസ്സിലാവും തിരഞ്ഞെടുപ്പായി. ഇതാണ് ഇഡിയുടെ ഒരു തന്ത്രം. ഇപ്പൊ ഇഡിക്ക് തിരിച്ചടി കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇഡി അന്വേഷിക്കണമെന്നാണ് ഇപ്പം നമ്മുടെ ഇവര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ കുറച്ച് എംപിമാർ അവിടെ പോയി സമരം ചെയ്തില്ലേ? ആ സമരം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഇഡി അന്വേഷണം, ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. കൊല്ലം സെഷൻസ് കോടതി അതിന് പിന്നെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. തന്നെയല്ല ഇപ്പൊ SIT തന്നെ
പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണം, അപ്പൊ ഫയലുകളെല്ലാം ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ഇതുവരെയുള്ള FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് പോയെന്ന് പിന്നെ SIT പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഓൾറെഡി SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ED വന്നു, EDക്ക് ഇതെല്ലാം കൊടുക്കണം എന്നൊക്കെ പറയാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് ഹൈക്കോടതി തന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു മുട്ടൻ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന പ്രതിപക്ഷം ഇവിടെ എന്തെല്ലാം പുകില ഉണ്ടാക്കിയത് അല്ലേ? EDയുടെ നോട്ടീസ് വന്നു, അപ്പൊ മുഖ്യമന്ത്രി കുറ്റക്കാരനാണ്. അപ്പം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൻ SNC ലാവലിൻ കേസുമായി ബന്ധമുണ്ട്. അവിടെ വരെ കൊണ്ടെത്തിച്ചു. അതിനകത്ത് ലാവലിൻ കേസിൽ എങ്ങനെയാണ് ആ ED നോട്ടീസ് ഉണ്ടായതെന്ന് വളരെ കൃത്യമായി അറിയാം. ED നോട്ടീസ് ഉണ്ടാകുകയും അതൊരു പ്രത്യേകതരം പത്രത്തിന് മാത്രമായി ആ നോട്ടീസ് ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് അത് അവർ വെച്ച് താങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു നോട്ടീസ് വെറും കള്ളത്തരമായിരുന്നു എന്നുള്ള വിവരം പിന്നീട് മനസ്സിലാവുന്നത്. അതിലെ മുഖ്യമന്ത്രിയുടെ മകനെ മറുവശം കേൾക്കണ്ടല്ലോ. ഇപ്പൊ ഈ സ്റ്റേ വന്നു, ഇനി നാളെ മുതൽ എന്താണ് ഇതിന്റെ സ്റ്റെപ്പ് എന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല. ED നോട്ടീസ് അയച്ചു, ഞങ്ങൾക്ക് അത് മതി. അല്ല, ഇപ്പൊ സ്റ്റേ വന്നതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റേ വന്നിട്ടുണ്ട്, ആരെങ്കിലും ചർച്ച ചെയ്തോ? എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാര് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അത് സത്യത്തിൽ സർക്കാരിന്റെ ശരിയായ നിലപാട് അത് തന്നെയാണ്. എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഭയന്നാൽ മതി. ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വളരെ ക്ലിയർ ആണെന്നേ. ഞങ്ങൾ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ്. അന്വേഷണത്തിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ രണ്ടുപേര് ഇപ്പം പിന്നെ ഒന്ന് ജയശ്രീ എന്ന് പറയുന്ന അവിടുത്തെ കമ്മീഷണറുടെ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥയുടെ ജാമ്യം റദ്ദാക്കി, ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത ആളിപ്പം വേറൊരാള് മുൻ കമ്മീഷണർ ഇപ്പൊ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരായി ഉദ്യോഗസ്ഥ തലത്തിൽപ്പെട്ട ഓരോരുത്തരും ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ യാതൊരു ഭയവുമില്ല. അറസ്റ്റിലാവുന്നവർ അറസ്റ്റിലാവട്ടെ. ആരൊക്കെയാണ് ഇനി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കൃത്യമായി അറിയണം. ഈ പറയുന്ന സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഈ കള്ളത്തരങ്ങളുടെ യഥാർത്ഥ കാരണക്കാരാണെന്ന് അറിയണം. എവിടെയൊക്കെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് അറിയണം. ഇതൊക്കെ അറിയുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇനി നമ്മൾ ഇതിനകത്ത് വേറൊരു പോസിറ്റീവ് വശം കൂടെ സംഭവിക്കാനുള്ള സാധ്യത പറഞ്ഞുതരാം. അന്വേഷണം മുറുകുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കും തോറുമാണ് ഈ അന്വേഷണത്തിന്റെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്, അല്ലെ ഇഞ്ച് ബൈ ഇഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ക്ലിയർ ആയിട്ട് പിക്ചർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനിയും LDFന്റെ തലയിൽ വെക്കാനുള്ള ഒരു പൊന്തൂവലായി ഈ സാധനം മാറും. എങ്ങനെ ഈ അന്വേഷണം പൂർണ്ണമായി സംസ്ഥാന സർക്കാർ സഹകരിച്ച് ഈ പറയുന്ന ഇപ്പോ മന്ത്രിസഭയിലുള്ള ഒരാൾക്കും പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഈ അന്വേഷണം അവസാനിച്ച് യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് LDF സർക്കാരിന്റെ അടുത്ത നേട്ടമായി. ശബരിമലയിൽ ഇതുവരെ തെളിയാതെ കിടന്ന സ്വർണ്ണക്കൊള്ള കേസ് ഈ സർക്കാരിന്റെ ഇടപെടൽ കാരണം അത് പുറത്തെത്തി പിടിയിലാകുകയും ചെയ്തു. ഇനി ഈ പിടിയിലാകുന്നവരുടെ രാഷ്ട്രീയം കൂടി പുറത്തു വന്നാൽ UDFന് തലയിൽ മുണ്ടിട്ടുണ്ട് നടക്കേണ്ടി വരും. ഈ പിടിയിലായ പലരും ഈ പറയുന്ന UDFുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? തന്നെയല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ അടൂർ പ്രകാശിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ സകലമാന ആൾക്കാരെ സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ മാത്രമല്ല, ബാക്കി എല്ലാവരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലുള്ള സകലമാന നേതാക്കൾക്കൊപ്പം ഈ പറയുന്ന ഇപ്പം പിന്നെ പല കാര്യങ്ങളും ഇനിയിപ്പോ എങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാലും ഇത് LDFനുള്ള ഒരു പൊന്തൂലായി മാറുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ED അന്വേഷണം. ഇപ്പൊ ആരായി മണ്ടന്മാര്? ഈ EDയുടെ നോട്ടീസിനെ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെന്ന UDF ഒരു മണ്ടന്മാരായില്ലേ? ഇപ്പൊ ഒന്നും മിണ്ടാനില്ല. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ED എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത പണിയും കിട്ടി. ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഉണ്ടായിരുന്ന കേസിനകത്തും ഇപ്പം കോടതി ഇടപെടൽ വന്നിട്ടുണ്ട്. അവിടെ EDക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ EDയുടെ വിശ്വാസ്യത സത്യം പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ED എന്ന് പറഞ്ഞ കുറച്ചു നാളിന് മുമ്പ് വരെ നമ്മൾ കരുതിക്കൊണ്ടിരുന്ന ഏതോ വലിയ ദേശീയ ഏജൻസി, അന്വേഷണത്തിൽ ഭയങ്കര കടുകിട വ്യത്യാസമില്ലാതെ വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നവര് എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചട്ടുകം. അതിനപ്പുറത്തേക്ക് ഇപ്പൊ EDക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്ത് തന്നെയാണെങ്കിലും ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. മുഖ്യമന്ത്രി കള്ളനാണ് എന്നിവരെ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ മുന്നിലേക്കുള്ള ക്ലിയർ സോളിഡ് എവിഡൻസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഹൈക്കോടതി വിധി എന്ന് തന്നെ പറയേണ്ടി വരും.
2 ദിവസമായിട്ട് ഉം. കടകംപള്ളി സുരേന്ദ്രനും VD സതീശനും തമ്മിലുള്ള പോര് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉം. ശരിക്കും പണ്ടൊക്കെ ഈ ഇങ്ങനെയുള്ള തർക്കങ്ങൾ നേരിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ മൊത്തം സോഷ്യൽ മീഡിയ വഴിയാ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാകുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊങ്കാല താഴെ കിട്ടും. അങ്ങനെ നല്ല നല്ല മറുപടി താഴെ കിട്ടുകയും ചെയ്യും. അപ്പം ഇപ്പം സതീശന്റെ തുറന്ന പോരിന് തയ്യാറാണെന്നൊക്കെ പറയുന്നത്. അത്രയും തന്നെ കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും ഞാൻ എന്താ പറയുന്നത് ഇപ്പൊ മാനനഷ്ട കേസൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ്. അതിനും ഉണ്ട്. അതായത് 2 കോടിയുടെ മാനനഷ്ടം എന്ന് പറഞ്ഞപ്പോ കേസ് കൊടുത്തപ്പോ അത് എങ്ങനെ 10 ലക്ഷമായി എന്നാണ് സതീശൻ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്? അല്ലെ എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു ഒടുക്കം എന്തായിരിക്കും? ഒടുക്കം എന്തുവാ? കേസ് എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നു. SIT ആൾക്കാരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്തിട്ട് അറസ്റ്റിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതിലാരും ഈ പറയുന്ന പിന്നെ നമുക്കൊന്ന് പത്മകുമാറിന്റെയും N വാസുവിന്റെയും അറസ്റ്റോട് കൂടി പൊളിറ്റിക്കൽ അറസ്റ്റുകളൊക്കെ അവിടെ അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊളിറ്റിക്കൽ അറസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് പാർട്ടി തന്നെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മളൊരു കാര്യം ഉത്തരവാദിത്വത്തോടു കൂടി അവരെ ഏൽപ്പിക്കുന്നു, അവര് അതിനകത്ത് പിന്നെ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. കാര്യം നമ്മൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട്, ഒരു സംവിധാനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരാളെ ഒരു ഉത്തരവാദിത്വം, ഇപ്പം നമ്മുടെ പിന്നെ ഏതെങ്കിലും ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെ സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും. മേലധികാരി കീഴുദ്യോഗസ്ഥനെ ഒരു കൃത്യമായ ഒരു കാര്യം ഏൽപ്പിക്കുന്നു. ഒരുപക്ഷെ മേലുദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ തെറ്റ് ചെയ്യും എന്നൊരിക്കലും കരുതുന്നില്ല. കാര്യം ഉത്തരവാദിത്വമുള്ള ഒരാളാണെന്ന് കരുതുന്നു. അങ്ങനെ അയാൾ പക്ഷേ ഈ പറയുന്ന കൈക്കൂലിയും കെടുകാര്യസ്ഥതയും കാണിച്ച് സ്വജനപക്ഷപാതിത്വം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ മേലുദ്യോഗസ്ഥനെ നമുക്ക് കുറ്റം പറയാൻ കഴിയും. അത് അയാളുടെ കുറ്റമാണ് എന്ന് പറയുന്നത് പോലെയാണ് ശരിക്കും സർക്കാർ സംവിധാനം ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊരു വലിയ ദോഷം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് അത് പാർട്ടിയുടെ ഒരു അംഗമാണെങ്കിൽ പോലും ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് VD സതീശൻ പറയുന്നതിനോട് എത്രത്തോളം പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. VD സതീശൻ ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ചുണയുണ്ടെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവന്ന് കാണിക്കൂ എന്നാണ് പറയുന്നത്. തെളിവ് കൊടുക്കട്ടെ, തെളിവുണ്ടെങ്കിൽ കൊടുക്കണം. ഈ VD സതീശൻ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഈ കള്ളത്തരം പറച്ചിൽ. എന്തെല്ലാം VD സതീശന്റെ ഒരു 10 പ്രസംഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 എണ്ണത്തിലും കള്ളം പറയുന്നുണ്ട്. അല്ലാതെ പിന്നെ 10 എണ്ണത്തിൽ സത്യം, അല്ലെങ്കിൽ ഒരു 9 എണ്ണത്തിൽ സത്യമല്ല പറയുന്നത്, 9 എണ്ണത്തിൽ കള്ളം പറയുന്നുണ്ട്. ഒരെണ്ണത്തിലെങ്ങാണം VD സതീശൻ എന്തോ ഭാഗ്യത്തിലെങ്ങാണം സത്യം പറഞ്ഞു. ഞാൻ ആലോചിച്ച ഒരു സംഭവം എന്ന് പറയുമ്പോ ഇത്രയൊക്കെ പറയുന്നു, കടകംപള്ളി ആയിരുന്നു ആ വ്യവസായിയുടെ കൂടെ ഉണ്ടായിരുന്നതെന്ന് വരെ വിളിച്ചു പറഞ്ഞു. എങ്കിൽ പിന്നെ ആ തെളിവും കൂടെ കാണിക്കുക. അപ്പൊ പിന്നെ അല്ല ഉണ്ടെങ്കിൽ അത് കാണിച്ച് ഇത്രയൊക്കെ സോഷ്യൽ മീഡിയ വഴിയും അല്ലെ ഇത്രയൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാമെങ്കിൽ എന്തിന് തെളിവ് മാത്രം ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നു? അതുകൂടെ അങ്ങ് പറയാ, അല്ലെങ്കിൽ അത് കാണിക്കുക. അല്ല, നല്ല സാഹചര്യമല്ലായിരുന്നോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമല്ലായിരുന്നു? ആ തെളിവെടുത്ത് പിന്നെ മേശപ്പുറത്തോട്ട് ഇട്ടിരുന്നെങ്കിൽ അല്ല മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലോട്ട് എടുത്ത് കൊടുത്താൽ പോരായിരുന്നു? ഈ പറയുന്ന തെളിവ് ഓരോരുത്തർക്കും പ്രിന്റ് എടുത്ത് കൊടുക്കാമല്ലോ. അവരെല്ലാം കൊണ്ടുവന്ന് ഉടനെ തന്നെ അത് റെക്കോർഡ് ചെയ്ത് പിന്നെ പെട്ടെന്ന് തന്നെ എയർ ചെയ്യില്ലായിരുന്നു, ലൈവായിട്ട് എയർ ചെയ്ത് തന്നെ. പിന്നെന്തിനാ ഈ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സതീശന്റെ തെളിവുണ്ട് എങ്കിൽ സതീശൻ തെളിയിക്കട്ടെന്നേ, അതല്ലേ ആവശ്യം. സതീശൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ കേരളത്തിൽ തെളിവ് കിട്ടിയിട്ടുണ്ടോ? പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടു വന്നിട്ട് അതിനകത്ത് നിന്ന് മതിയായ കോടതി പോലും ചോദിച്ചു ഇതിനകത്ത് തെളിവ് എവിടെയെന്ന്. അപ്പൊ ആ നിലയ്ക്ക് അവസാനം മറ്റേ ഇല്ല പുള്ളിക്ക് പറ്റിയ പോലെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ കെട്ടിവെക്കേണ്ടി വരും, അതുപോലത്തെ ഒക്കെ ഒരു അബദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ചെന്നിത്തല തന്നെ, ചെന്നിത്തല വളരെ മാന്യനാണ് അക്കാര്യത്തിൽ കേട്ടോ. എനിക്ക് ആ കാര്യത്തിൽ ചെന്നിത്തലയോട് എനിക്ക് പ്രത്യേകം ഒരു സ്നേഹമുണ്ട്. ചെന്നിത്തല ഏതോ ഒരുത്തം പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യവസായി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ ഈ സംഭവം ഉണ്ട്, അവിടെ 500 കോടിക്ക് മുകളിൽ വിലയിട്ടിട്ട് 500 മുതൽ 1000 കോടി രൂപ വരെ മുതലിന് വിലയിട്ടിട്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ സാധനം, പുരാവസ്തുവായിട്ട് അവിടുത്തെ സ്വർണ്ണപ്പാളി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും അവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയെങ്കിലും തെളിവായിട്ട് കൊടുക്കാമായിരുന്നു. അപ്പം ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു, അതെല്ലാം വിശ്വസിച്ചുകൊണ്ട് അല്ലെ, ഈ ഒരു വ്യവസായി വന്ന് പറഞ്ഞു, അത് വിശ്വസിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ ഉടനെ വിളിക്കുക ചെയ്യുന്നത്. മാധ്യമങ്ങളെ വിളിച്ചിട്ട് പറയേണ്ടത് എൻ്റെ ഇവിടെ സ്വർണ്ണപ്പാളി ഇരിപ്പുണ്ട്, അവിടെ ഇന്നടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ 500 മുതൽ 1000 കോടി രൂപയ്ക്ക് വരെ സ്വർണ്ണപ്പാളി കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്, അത് എന്നോട്. അപ്പൊ ചോദിച്ചു ആര് പറഞ്ഞു? അതെന്റെ ഒരു കൂട്ടുകാരനായ വ്യവസായി ഉണ്ട്, ആ വ്യവസായി പറഞ്ഞുള്ള അറിവാണ്. അത് തെളിവ് വല്ലതും ഉണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ തെളിവായിട്ടൊന്നും ഇല്ല എൻ്റെ കയ്യിൽ, തെളിവോ രേഖകളോ എവിഡൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ അവിടെ ഇരിപ്പുണ്ട്. പുള്ളി പറഞ്ഞ ആ വ്യവസായി പറഞ്ഞാണ്. ആ വ്യവസായി പക്ഷെ വന്നു മൊഴിയൊക്കെ കൊടുത്തിട്ട് പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ഈ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിച്ചതിന് ശേഷം അവിടെ എവിടെയാണ് ഈ സാധനം അല്ലെങ്കിൽ നമ്മുടെ ഈ സ്വർണ്ണപ്പാളി ഇരിക്കുന്നത്? ഈ 500 കോടി രൂപയ്ക്ക് ഏതാണ്ട് 1/2 കിലോ സ്വർണം, 1/2 കിലോ സ്വർണ്ണമില്ല, 472 ഗ്രാം സ്വർണ്ണമാണ്
ഹൈക്കോടതിയുടെ കണ്ടെത്തലിനകത്തുള്ളത്. അപ്പൊ ഈ പിന്നെ 1/2 കിലോ സ്വർണം 500 കോടി കൊടുത്തുകൊണ്ട് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞ SIT കണ്ടുപിടിക്കണം. അതിനകത്ത് കുറ്റക്കാരായ ആരൊക്കെയാണെന്ന് വെച്ചാൽ അറസ്റ്റിലാകും വേണം. ഈ വ്യാപാരി പറഞ്ഞു അത്രേ, അദ്ദേഹത്തിനെ സമീപിച്ചിരുന്നു അത്രേ, നിങ്ങൾ ഈ പൈസ തന്നു കഴിഞ്ഞാൽ ശബരിമലയിലെ ഈ സ്വർണ്ണ പാളി നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആരാണ് സമീപിച്ചത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആരാണ് ഇതിനകത്ത് ഇടനില നിന്നിരിക്കുന്നത്? ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഈ വ്യവസായി തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ വ്യവസായി തീർച്ചയായിട്ടും ആ വന്ന് സമീപിച്ച ആളുടെ പേര് പറയാൻ ബാധ്യസ്ഥനാണ്. ഒരുപക്ഷെ ആ പേര് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ പുറത്ത് വിടാത്തതാകും. അത് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ആരാണ് പറഞ്ഞത്? വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ നടത്താം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു സ്വർണ്ണപ്പാളി തൽക്കാലത്തേക്ക് ഇല്ല. ഒരു പുകമറ സൃഷ്ടിക്കാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേര് പറഞ്ഞാൽ മതി. ചിലപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, ഈ വ്യവസായിക്ക് ഒരു പേര് പറഞ്ഞാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. കടകംപള്ളി സുരേന്ദ്രനാണ് എനിക്ക് ഇതിനകത്ത് ഇടനില നിന്ന് ഈ സ്വർണം അവിടെ കൊണ്ടെത്തിക്കുന്നത്, എന്നോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു, തീർന്നു പ്രശ്നം. ഇത് അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിക്കണം. ആണ് എന്ന് ഈ ഒരു സമയമുണ്ടല്ലോ, അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ നടത്തുന്ന ശ്രമങ്ങൾ, ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി SIT നടത്തുന്ന ശ്രമങ്ങൾ, അല്ലെങ്കിൽ വ്യവസായം നടത്തുന്ന ശ്രമങ്ങൾ, ഇതിനെടുക്കുന്നൊരു കാലതാമസമുണ്ട്. ഈ കാലതാമസം അത്രയും ഈ ആര് സംശയ നിഴലിലാണ്? കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ സംശയത്തിന്റെ നിഴലിലായിരിക്കും അത്രയും കാലം. ഇതല്ല എന്നും ആണെന്നും. പിന്നെ ഇങ്ങനെ ഒരു പേരുദോഷം വന്നു കഴിഞ്ഞാൽ ഈ പേരുദോഷത്തിൽ നിന്ന് മാറി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഈ സമയവും കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന് നല്ലൊരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർ രണ്ടുപേരുടെ ഇപ്പൊ രമേശ് ചെന്നിത്തല ഒരു തെളിവ് പറയുന്നു. അപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ VD സതീശൻ പറയുന്നത് എന്താണ്? ഈ സ്വർണം മറിച്ച് വിറ്റു, ഒരു വ്യവസായിക്ക് കടകംപള്ളി സുരേന്ദ്രൻ മറിച്ച് വിറ്റു എന്നാണ് ഈ VD സതീശൻ ഉന്നയിക്കുന്ന ആരോപണം. ഇതിനകത്ത് കോൺട്രാഡിക്ടറി ഫാക്ടറാണ്. ഇതിനകത്തൊരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. അതായത് രണ്ട് നേതാക്കന്മാര്, കോൺഗ്രസിന്റെ രണ്ട് നേതാക്കന്മാരും രണ്ട് വിരുദ്ധമായ മൊഴികളാണ് നൽകിയിരിക്കുന്നത്. അതായത് VD സതീശൻ പറയുന്നത് എന്താണ്? സ്വർണം പിന്നെ കടകംപള്ളി വേറൊരു മറിച്ചു വിറ്റു, സ്വർണ്ണക്കള്ളനാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതിന്റെ തെളിവുകൾ പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്നത് ഈ സ്വർണം വിദേശത്ത്, അതായത് ഈ ആന്റിക് സാധനങ്ങൾ, പുരാവസ്തു മോഷ്ടിച്ചു കടത്തുന്ന മാഫിയ, അത് വിദേശത്ത് കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. 472 ഗ്രാം അതവിടെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. ഈ സാധനം 500 കോടിയിലധികം വിലയുള്ളതാണ്, അതവിടെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. ഒരാൾ തന്നോട് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. മനസ്സിലാവുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരാൾ പറയുന്നു വിറ്റു എന്ന് പറയുന്നു, അതേ പാർട്ടിയിൽപ്പെട്ട അതേ മുന്നണിയിൽപ്പെട്ട മറ്റൊരു നേതാവ് പറയുന്നത് ഒരിടത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ജനം ഏത് വിശ്വസിക്കണം? ജനം ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇപ്പം മറ്റൊരാൾ വന്നിട്ട്, വേറൊരു വ്യവസായി വന്നിട്ട് പറയുന്നു അത് ശരിയാണ്, എനിക്കറിയാവുന്നതാണ്, എൻ്റെ ഈ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വ്യവസായി വന്ന് SITക്ക് മൊഴി കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇതിൽ ഏതാണ് വാസ്തവം? ഈ പറയുന്ന ഇതിൽ ഏതാണ് ഫാബ്രിക്കേറ്റഡ്? സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നും അപ്പൊ ഇതിൽ ഏതാണ് സത്യം? ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പറയുന്നതാണോ സത്യം? കാരണം രമേശ് ചെന്നിത്തല ഇവിടെ തേർഡ് പാർട്ടി ഇറക്കിയിട്ടുണ്ട്. അതായത് വ്യവസായി എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ഇറക്കിയിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടി വന്നിട്ടാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. വ്യവസായി നേരത്തെ പിക്ചറിലേ ഇല്ല, പൊളിറ്റിക്സിലേ ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ലാത്ത ഒരാളാണ് ഈ വ്യവസായി. ദേവസ്വം ബോർഡുമായി യാതൊരു ബന്ധവുമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകെപ്പാടെ ബന്ധമുള്ള രമേശ് ചെന്നിത്തലയായി മാത്രമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ വ്യവസായി. ഈ വ്യവസായി നമുക്ക് കേട്ടുകേഴ്വി മാത്രമുള്ള ഒരു വ്യവസായി. ഇതിനു മുമ്പ് ചാനലുകളിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ചാനലിൽ ഒരാൾക്ക് പോലും ഒരു ബൈറ്റ് പോലും ഈ വ്യവസായി കൊടുത്തിട്ടുമില്ല. SITക്ക് വളരെ കൃത്യമായി രഹസ്യമായി മൊഴി കൊടുത്തിട്ട് പോവുകയും ചെയ്തു. ആരാണ് ഈ വ്യവസായി? പേരറിയില്ല, ഊരറിയില്ല, അയാൾ എന്ത് തരം വ്യവസായമാണ് നടത്തുന്നതെന്ന് അറിയുന്നില്ല. അപ്പൊ ഇദ്ദേഹം വന്ന് മൊഴി കൊടുത്തിട്ട് പോയി. ഇനി തെളിവുകൾ നൽകിയിട്ടുണ്ടോ? എന്തുവാ ഏതാ ഒരു പിടിയില്ല. ആർക്കെതിരെയാണ് തെളിവുകൾ? അതും ആർക്കും അറിയില്ല. അപ്പൊ ഇതില് രമേശ് ചെന്നിത്തല പറയുന്ന വ്യവസായിയും ഈ പറയുന്ന VD സതീശൻ പറയുന്ന വ്യവസായിയും ഒന്നാണോ? ഇനി ഒന്നാണെന്ന് തന്നെ വെച്ചു. രമേശ് ചെന്നിത്തല പറഞ്ഞത് പുള്ളിയെ വിൽക്കാൻ സമീപിച്ചിരുന്നു എന്നാണ്. അതേസമയം പിന്നെ VD സതീശൻ പറയുന്നത് പുള്ളിക്ക് മറിച്ചു വിറ്റു എന്നാ പറയുന്നത്. ഇവിടെയും ഈ പറയുന്ന നമ്മൾ ചിന്തിക്കേണ്ട ചില കോൺട്രാഡിക്ടറി ഫാക്ടേഴ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരെയും, രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ മൊഴി ഒത്തുവരുന്നില്ല, അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയാവുന്നില്ല. അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് നിന്നുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ജനം മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ. ഇതിനകത്ത് ആര് പറയുന്നതാണ് സത്യം?
ഇനിയിപ്പോ രമേശ് ചെന്നിത്തല പറയുന്നതാണോ സത്യം, വി ഡി സതീശൻ പറയുന്നതാണോ സത്യം? കോടതി പോലും കൺഫ്യൂസിംഗ് ആയി പോകും. ഇതിൽ ഏതാണ് തെളിവ്, എന്താണ്? ഇപ്പം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അയാൾ വന്ന് SITക്ക് മൊഴി നൽകിയ ഒരാളാണ്. ഇത് മാനനഷ്ട കേസിന്റെ പിൻബലത്തിൽ കിടക്കുന്ന ഒരു കേസാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ അപ്പൊ അവിടെ കോടതിയെ ബോധിപ്പിക്കേണ്ടി വരും, എന്റെ തെളിവുണ്ട്, ഇന്ന തെളിവുകൾ എന്റെ ഉണ്ട്. ഇനിയിപ്പം വി ഡി സതീശൻ ഇങ്ങനെ ലാഗ് അടിക്കുന്ന ഇനി തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, ഫാബ്രിക്കേറ്റ് ചെയ്യണം അറിയാം, അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഇവിടെ തെളിവുകൾ ആവിയായി പോകുന്ന കാലത്ത് എന്തായാലും വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി കോടതിയിൽ എത്തുന്ന സമയത്ത് തെളിവ് കാണിക്കണമല്ലോ. തീർച്ചയായിട്ടും തെളിവ് കാണിച്ചേ പറ്റൂ. തന്റെ കൊണ്ടേ തെളിവ് കാണിക്കാനാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. തെളിവ് കാണിച്ചില്ല എന്ന് വെച്ചു, നാളെ കോടതിയിൽ അത് എടുക്കുകയാണ്. അപ്പം കോടതിയിൽ ആ തെളിവ് കാണിച്ചില്ലെങ്കിൽ ആർക്കാ കേട്? വി ഡി സതീശനാണ് കേട്. വി ഡി സതീശൻ കാലങ്ങൾ ഇത്രയായി പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ കള്ളമാണെന്ന് ജനം വിശ്വസിക്കില്ലേ? കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിരുന്നാൽ തന്നെ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം കള്ളമാണെന്ന് വിശ്വസിക്കില്ലേ? ഏതെങ്കിലും ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ജനങ്ങളുടെ മുന്നിലേക്ക് ഇതാ കിടക്കുന്നു, ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കാനുള്ള തെളിവടക്കം പുറത്തുവിടാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല. വി ഡി സതീശൻ എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ല, കെ സുധാകരന് കഴിഞ്ഞിട്ടില്ല, മുല്ലപ്പള്ളി രാമചന്ദ്രന് കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ നേതാക്കന്മാർക്ക് സർക്കാരിനെതിരായി ഒരു അഴിമതി അങ്ങോട്ട് കൃത്യം എന്ന് പറഞ്ഞ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇവരുടെ ഏറ്റവും വലിയ പരാജയമാണ്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പരാജയപ്പെട്ട, ഏറ്റവും ഉത്തരവാദിത്വമില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം അതാണ്. ഇവര് എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ആൾക്കാർക്കിടയിൽ ചർച്ചയാക്കുക, ഒരു വിഷയത്തെ ആൾക്കാർക്കിടയിൽ വെറുതെ അനാവശ്യമായിട്ട് ചർച്ചയാക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു മെയിൻ ആയിട്ട് ഇവരുടെ ഉദ്ദേശം. കാരണം ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ തെളിവുണ്ടെങ്കിൽ ഇവര് നേരിട്ട് അത് ഹാജരാക്കിക്കൊണ്ട് അത് നിയമപരമായിട്ട് ഇപ്പൊ ആർക്കല്ല, ഇപ്പൊ എന്റെ കയ്യിൽ തെളിവുണ്ട് എനിക്കും ഹാജരാക്കാം. കാരണം ഞാൻ ഈ ഇവിടുത്തെ ഒരു പൗരനാണ് ഇവിടുത്തെ, അപ്പൊ എന്റെ കയ്യിലൊരു തെളിവുണ്ട്, എനിക്ക് ഹാജരാക്കാനുള്ള അവകാശമുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തെളിവ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അത് ഹാജരാക്കായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നതും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് മറുപടി സോഷ്യൽ മീഡിയയിൽ തന്നെ കൊടുക്കണ്ടേ. അത് കടകംപള്ളി ചെയ്തതും ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും കൂടെയും രണ്ടു വശം കൂടെ നോക്കിയിട്ട് തന്നെ ഞാൻ പറയാം. കാരണം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വന്ന് ഓരോന്ന് പറയുമ്പോഴും ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോഴും ഈ വിഷയം കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു പോകും. അപ്പൊ അവർക്ക് ആവശ്യം അതാണ്. ചേട്ടൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് നാളത്തേക്കെങ്കിലും ഈ കടകംപള്ളി എന്ന് പറയുന്നതിനെ ഒരു ഇങ്ങനെ കോട്ടിൽ നിർത്തണം, അല്ലെങ്കിൽ ഒരു വട്ടത്തിനകത്ത് ഇങ്ങനെ നിർത്തണം, ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് കരുതാലോ. അത് തന്നെയാണ് ശരിക്കും നടക്കാൻ പോകുന്ന ശ്രമം. അതൊക്കെയാണ്. ഇതിന്റെ ഒരു അന്തിമമായ ഒരു വിധി വന്നിട്ടില്ല. അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ നമ്മളൊരു അന്വേഷണം അവസാനിക്കുന്ന വരെ നമുക്ക് എന്തുകൊണ്ട് കാത്തിരുന്നുകൂടാ? അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി കള്ളനാണ്, മുഖ്യമന്ത്രിക്ക് സ്വർണത്തിനോട് ഭയങ്കര അഭിനിവേശമാണ്. ഇവരെന്തുകൊണ്ടായിരിക്കും കടകംപള്ളി എന്ന് തന്നെ പറയാൻ കാരണം എന്തായിരിക്കും? കടകംപള്ളി നേരത്തെ പിന്നെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിരുന്നുകൊണ്ടാണ്. ഇനിയും പറയാം, അടുത്ത BN വാസവനെതിരെയും അവർക്ക് ഉണ്ട് പ്രശ്നം, PS പ്രശാന്തിനെതിരെ ഉണ്ട്. കാര്യം ദേവസ്വം ബോർഡ് ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നേ. ദേവസ്വം ബോർഡ് മന്ത്രിക്ക് അറിയാം. ദേവസ്വം ബോർഡ് മന്ത്രിക്ക് അറിയാമെങ്കിൽ തീർച്ചയായും പിന്നെ മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് മന്ത്രിമാരും, ഇതുവരെ ഉണ്ടായിരുന്ന 2 മന്ത്രിമാരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കള്ളത്തരം ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കണം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ ശബരിമലയെ തന്നെ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശബരിമല അത്രയ്ക്ക് തീവ്രമായ ഒന്നാണ്. ഒരു നാട്ടിലെ തെരഞ്ഞെടുപ്പിനെയും വോട്ട് ബാങ്കിനെയും കൃത്യമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു സംഭവമാണ് ശബരിമല. അതിനെ ദേവാലയമായി നമ്മളുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാർക്ക് അത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഒരു സ്പേസ് ആണ് ശബരിമല. അത് നമുക്ക് തുറന്നു പറയുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് വേണ്ട രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് മാത്രമാണ്. എല്ലാ കാലത്തും നമ്മൾ പരിശോധിച്ചാൽ മതി. 2018 മുതൽ തന്നെ ഏതൊരു തെരഞ്ഞെടുപ്പ് വന്നാലും എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ശബരിമലയാണ്. ശബരിമല ചർച്ച ചെയ്യപ്പെടാതെ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പോലും ശബരിമല വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് പോലും അവിടെ വോട്ട് പിടിച്ചത്. അപ്പം ശബരിമല എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വീണ് കിട്ടിയ ഈ ഒരു ഘടകത്തെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തള്ളിക്കൊണ്ടു പോകണം. ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വലിയ ചർച്ചാ വിഷയമായി എന്നാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല.
അല്ലാതെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അല്ലാതെ ഇവിടെ പിന്നെ സംസ്ഥാനം ഒട്ടുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോ അത് രണ്ടും വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് CPIയുടെ വാക്കുകളിൽ നിന്നും കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഇതിനെ ഇങ്ങനെ ഒരു വിവാദ വിഷയമാക്കി ശബരിമലയെ മാറ്റുന്നത് ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന BJP ആണെങ്കിലും UDF ആണെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ കളിക്കുന്ന കളിയാണ് ഇതെല്ലാം. ഇതിനെ രാഷ്ട്രീയമായി ഇങ്ങനെ കത്തിച്ച് നിർത്താൻ പറ്റിയൊരു വിഷയം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ ഉണ്ടാക്കിയിടണം. ചില ആളുകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തണം. നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാൽ അടുത്ത തവണ ഇവർക്ക് ഭരിക്കാൻ കഴിയുമെന്ന് UDF വിശ്വസിക്കുന്നു. VD സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കന്മാർ അവരെവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രസംഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ പോലും അവരെവിടെ സംസാരിക്കുമ്പോഴും ഈ ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയത്തെ തൊട്ടുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് അല്ലാത്ത സമയത്ത് പോലും അവർ സംസാരിക്കുമ്പോൾ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്ന ഒരു വാക്ക് എപ്പോഴെങ്കിലും അവർ ഉപയോഗിച്ചിരിക്കും. 100% ഉറപ്പാണ്. അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയാ കെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കനല് പോലെ അവർക്ക് എല്ലാ കാലവും കൊണ്ടു നടക്കണം ശബരിമലയെ. ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ ഭക്തരോടുള്ള അമിതമായ സ്നേഹം കൊണ്ടോ ശബരിമല വലിയ ഗംഭീരമായ ഒരു പൂങ്കാവനമായി മാറണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമൊന്നുമില്ല ഇവർക്ക്. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ കയ്യിൽ അധികാരം ഇരിക്കുന്ന കാലഘട്ടത്തിൽ ശബരിമല ഇവർ നന്നായി നോക്കിയേനെ. ശബരിമലയിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഇവര് കൂടി കൂട്ടുനിന്നേനെ. ശബരിമലയിൽ തീർത്ഥാടകരെത്തി പ്രശ്നമുണ്ടായി, അതിനകത്ത് ആർക്കും കൂടി ഉത്തരവാദിത്തമുണ്ട്? പ്രതിപക്ഷത്തിനോട് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് മാത്രമല്ല, പ്രതിപക്ഷത്തിന് സർക്കാരിനോട് നിർദ്ദേശിക്കാം, ഇന്ന കുറവുകൾ അവിടെ ഉണ്ട്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുകയായിരുന്നു വേണ്ടത്. കാര്യം പോകുന്നത് പറവൂരുള്ള ആൾക്കാരും പോകുന്നുണ്ടെന്നേ, പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൃത്യം മനസ്സിലാക്കണം. പറവൂരുള്ള ആൾക്കാർ പോകുന്നുണ്ട്, ആലപ്പുഴക്കാർ പോകുന്നുണ്ട്. ഇതെന്താ ഇവർക്ക് മനസ്സിലാവാത്തത്? അവരും പോകുന്നതാണ്. ഇപ്പൊ ഈ പറയുന്ന പേരാവൂരുള്ള ആൾക്കാരും പോകുന്നുണ്ട്. ഇവരെല്ലാം ശബരിമലയിലേക്ക് പോകുന്ന ആൾക്കാരാ. അപ്പൊ അവരോട് എന്താ കമ്മിറ്റ്മെന്റ് ഇല്ലേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക്? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവരോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, കേരളത്തിലെ ജനങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ, ശബരിമല പിൽഗ്രിമേജ് എന്ന് പറയുന്ന തീർത്ഥാടനം അല്ലെ മണ്ഡലകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല, ഇതൊരു സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യമാണിത്. അതിനകത്ത് പ്രതിപക്ഷത്തിന് പങ്കാളിത്തം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അവർക്കൊന്നും ഏറ്റെടുക്കാൻ വയ്യ. നാളെ ഇവർക്ക് അധികാരം കിട്ടിയാലും നാളെ ഇവർ തന്നെ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. 100% ഉറപ്പാണ്. ഇവിടെ പണമില്ല, നിങ്ങൾക്ക് പെൻഷൻ തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു പെൻഷൻ പദ്ധതി കട്ട് ചെയ്യും. ശബരിമലയിൽ ഇത്ര ആൾക്കാരൊന്നും വേണ്ട, നിങ്ങൾ കൂടി വന്ന 500 പേര് കയറിയാൽ മതി എന്നൊരു തീരുമാനം അവരെടുക്കുന്നേ. അപ്പൊ പിന്നെ ഇവിടെ സമരം ഉണ്ടാകേണ്ടി വരും. അപ്പൊ ഈ ശബരിമല എന്ന് പറയുന്നതിനെ എക്കാലവും ഇങ്ങനെ കത്തി നിർത്തുക. ഇനി തെരഞ്ഞെടുപ്പ് വരെ ഇവരിത് കൊണ്ടുപോകും. ഈ രീതിയിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പല രീതിയിലുള്ള ഇല്ലാവചനങ്ങൾ പറഞ്ഞുകൊണ്ടും ഒക്കെ ഇതിനെ ഇവര് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇവർ നീക്കിക്കൊണ്ടു പോകും. ആ രീതിയിൽ ഇതിനെ വീണ്ടും ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള നിന്ദ്യമവും നീചവുമായ പ്രവൃത്തിയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.